നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തിയറം 1. ഓക്കെ, തിയറം ഇൻ എ സീരിയൽ 2 സ്റ്റേജ് മിനിമൈസ് ഓർ മാക്സിമൈസ് പ്രോബ്ലം. ഓക്കെ, 2 സ്റ്റേജേ ഉള്ളൂ. ഓക്കെ, ഇൻ എ സീരിയൽ 2 സ്റ്റേജ് മിനിമൈസ് ഓർ മാക്സിമൈസേഷൻ പ്രോബ്ലം ഇഫ് 2 കണ്ടീഷൻസ്. ഫസ്റ്റ് വൺ, the objective function phi2 is a separable function of stage returns f1 of x1 u1 and f2 of x2 u2. And second condition, അപ്പോൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ phi2 എന്ന് പറയുന്നത് f1ൻ്റെയും f2ൻ്റെയും ഒരു സെപ്പറബിൾ ഫംഗ്ഷൻ ആയിരിക്കണം. ആൻഡ് phi2 ഈസ് മൊണോട്ടോണിക് നോൺ ഡിക്രീസിങ് ഫംഗ്ഷൻ ഓഫ് f1 ഫോർ എവറി ഫീസിബിൾ വാല്യൂ ഓഫ് f2. സെക്കൻഡ് കണ്ടീഷൻ പറയുക, phi2 എന്ന് പറയുന്നത് f1 ഒരു മൊണോട്ടോണിക് നോൺ ഡിക്രീസിങ് ഫംഗ്ഷൻ, ദാറ്റ് ഈസ് അതൊരു ഇൻക്രീസിങ് ഫംഗ്ഷനാണ്. f1 ഏത് f2 എടുത്തു കഴിഞ്ഞാലും phi2 ഈസ് ആൻ ഇൻക്രീസിങ് ഫംഗ്ഷൻ ഓഫ് f1. അങ്ങനെയാണെങ്കിൽ ആ 2 കണ്ടീഷൻ പറഞ്ഞിട്ട് ഈ 2 കണ്ടീഷൻ ഉണ്ടെങ്കിൽ ഇത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് അടുത്ത ലൈനായിട്ടാണ് ഇവിടുന്ന് കണ്ടിന്യൂ ചെയ്യേണ്ടത്. ദെൻ ഈ 2 കണ്ടീഷൻ ഉണ്ടെങ്കിൽ ആ പ്രോബ്ലം എന്ന് പറയുന്നത് ഡീകമ്പോസിബിൾ ആയിരിക്കും. അപ്പോൾ തിയറം പറയുക, ഒരു സീരിയൽ 2 സ്റ്റേജ് മിനിമൈസേഷൻ ഓർ മാക്സിമൈസേഷൻ പ്രോബ്ലത്തിൽ അവിടുത്തെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ phi2 എന്ന് പറയുന്നത് f1ൻ്റെ f2ൻ്റെ ഒരു സെപ്പറബിൾ ഫംഗ്ഷൻ ആവുകയും അതുപോലെ തന്നെ phi2 എന്ന് പറയുന്നത് phi2 എന്ന് പറയുന്നത് ഏത് f2 എടുത്തു കഴിഞ്ഞാലും phi2 എന്ന് പറയുന്നത് ഇൻക്രീസിങ് ഫംഗ്ഷൻ ഓഫ് f1 ആണെങ്കിൽ ആ കറസ്പോണ്ടിങ് പ്രോബ്ലം എന്ന് പറയുന്നത് ഡീകമ്പോസിബിൾ ആയിരിക്കും എന്നാണ് ഈ തിയറം പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രൂഫിലേക്ക് പോകാം. അസ്യൂം phi2 ഈക്വൽ ടു f2 കോമ്പോസിഷൻ f1 ഈസ് സെപ്പറബിൾ ആൻഡ് മൊണോട്ടോണിക് നോൺ ഡിക്രീസിങ് ഫംഗ്ഷൻ ഓഫ് f1 ഫോർ എനി ഫീസിബിൾ വാല്യൂ ഓഫ് f2. അപ്പോൾ നമ്മുടെ തിയറത്തിൻ്റെ കണ്ടീഷൻസ് എല്ലാം അസ്യൂം ചെയ്തു. എന്നിട്ട് അവിടെ നമ്മൾ പ്രോബ്ലം ഡീകമ്പോസിബിൾ ആണെന്ന് കാണിച്ചാൽ മതി. അപ്പോൾ phi2 സെപ്പറബിൾ ഫംഗ്ഷൻ ഓഫ് f1 ആൻഡ് f2 എന്ന് എടുത്തു. phi2 ഈക്വൽ ടു f2 കോമ്പോസിഷൻ f1. Okay, we have to prove that phi2 is decomposable. We shall prove the theorem in the case of minimization. Okay, നമ്മൾ മിനിമൈസേഷൻ വെച്ചിട്ട് ചെയ്യുകയാണ്. അപ്പോൾ ലെറ്റ് മിനിമം phi2 എന്നുള്ളതിനെ ക്യാപിറ്റൽ f2 ഓഫ് x2 എന്ന് എടുത്തു. ഓക്കെ, അപ്പം മിനിമം phi2 എന്ന് പറയുന്നതിനെ ക്യാപിറ്റൽ f2 ഓഫ് x2 എന്ന് എടുത്തു. ആൻഡ് ഇത് ഡീകമ്പോസിബിൾ ആണെന്നാണ് കാണിക്കേണ്ടത്. എന്ന് പറയുമ്പോൾ ഈ മിനിമം വാല്യൂ phi2ൻ്റെ മിനിമം വാല്യൂ ആയ ക്യാപിറ്റൽ f2 ഓഫ് x2 എന്ന് പറയുന്നത് ഒരു റിക്കേർഷൻ ഫോർമുലയിൽ നിന്ന് കിട്ടുന്നതാണെന്ന് കാണിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് മിനിമം phi2 എന്നുള്ളതിനെ ക്യാപിറ്റൽ f2 ഓഫ് x2 എന്ന് എടുത്തു. ആൻഡ് f2 ഡാഷ് ഓഫ് x2 എന്നുള്ളതിനെ റിക്കേർഷൻ ഫോർമുലയായിട്ട് കൊടുത്തു. മിനിമം ഓവർ u2 സ്മോൾ f2 കോമ്പോസിഷൻ സ്മോൾ f2 ആണ്. സ്മോൾ f2 കോമ്പോസിഷൻ ക്യാപിറ്റൽ f1 ഓഫ് x1. ഓക്കെ, അങ്ങനെ നമ്മൾ 2 ഫോർമുല കൊടുത്തു. ഓക്കെ, ഒന്ന് ക്യാപിറ്റൽ f2 ഓഫ് x2 എന്ന് പറയുന്നതിനെ മിനിമം phi2 എന്ന് എടുത്തു. വേറൊരെണ്ണം ക്യാപിറ്റൽ f2 ഡാഷ് ഓഫ് x2 എന്ന് പറയുന്നത് റിക്കേർഷൻ ഫോർമുല മിനിമം ഓവർ u2 സ്മോൾ f2 കോമ്പോസിഷൻ ക്യാപിറ്റൽ f1 ഓഫ് x1 എന്ന് വിളിച്ചു. നമ്മുടെ ഫംഗ്ഷൻ നമ്മുടെ പ്രോബ്ലം ഡീകമ്പോസിബിൾ ആണെങ്കിൽ അത് റിക്കേർഷൻ ഫോർമുല സാറ്റിസ്ഫൈ ചെയ്യണമെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ഡീകമ്പോസിബിൾ എന്ന് പറയുന്ന ഡെഫിനിഷനിൽ നിന്ന് കണ്ടിരുന്നു. അപ്പോൾ ഇപ്പം നമ്മുടെ പ്രോബ്ലം ഡീകമ്പോസിബിൾ ആണെന്ന് പറയുമ്പോൾ ഈ ക്യാപിറ്റൽ f2 ഓഫ് x2വും റിക്കേർഷൻ ഫോർമുല ഉപയോഗിച്ചുള്ള f2 ഡാഷ് ഓഫ് x2 ഈക്വൽ ആണെന്ന് കാണിച്ചാൽ മതി. സോ വി നീഡ് ടു പ്രൂവ് ദാറ്റ് ക്യാപിറ്റൽ f2 ഓഫ് x2 ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ f2 ഡാഷ് ഓഫ് x2. അപ്പോൾ നമുക്ക് ഈ ഡീകമ്പോസിബിൾ ആണെന്ന് കാണിക്കണമെന്നുണ്ടെങ്കിൽ റിക്കേർഷൻ ഫോർമുലയിൽ നിന്ന് കിട്ടുന്ന ക്യാപിറ്റൽ f2 ഡാഷ് ഓഫ് x2വും അതുപോലെ തന്നെ മിനിമം phi2 ദാറ്റ് ഈസ് ക്യാപിറ്റൽ f2 ഓഫ് x2 ഇത് രണ്ടും ഈക്വൽ ആണെന്ന് കാണിച്ചാൽ മതി. അപ്പോൾ നമ്മളത് ഈക്വൽ ആണെന്ന് കാണിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ f2 ഓഫ് x2 എന്ന് സ്റ്റാർട്ട് ചെയ്യുക, എന്നിട്ട് രണ്ടിനും കൂടെ കണക്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ ഇത് രണ്ടും ഈക്വൽ ആണെന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് a ഈക്വൽ ടു b എന്നുള്ളത് a ലെസ് ദാൻ ഓർ ഈക്വൽ ടു b, b ലെസ് ദാൻ ഓർ ഈക്വൽ ടു a, ആ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ എയും ബി ഈക്വൽ ആണെന്ന് പറയുന്ന ആ ഐഡിയ ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇവിടെ നമ്മൾ ക്യാപിറ്റൽ f2 ഓഫ് x2 f2 ഡാഷ് ഓഫ് x2 ഈക്വൽ ആണെന്ന് കാണിക്കണം. സോ ഒന്ന് മറ്റൊന്നിൽ f2 ഡാഷ് ഓഫ് x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു f2 ഓഫ് x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു f2 ഡാഷ് ഓഫ് x2, f2 ഓഫ് x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു f2 ഡാഷ് ഓഫ് x2. അങ്ങനെ 2 റിലേഷൻ കൊണ്ടുവരാനാണ് നോക്കുന്നത്. ഫസ്റ്റ് വൺ f2 ഓഫ് x2 ദാറ്റ് ഈസ് ഈക്വൽ ടു മിനിമം phi2 എന്നാണ് എടുത്തിരിക്കുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു മിനിമം phi2 എന്നുള്ളതിനെ എങ്ങനെ എഴുതാം, phi2 ഓഫ് x2 u എന്ന് വെറുതെ എഴുതി. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇനി u എന്ന് പറയുന്ന ഡിസിഷൻ വേരിയബിളിന് നമ്മൾ 2 എണ്ണം കൊണ്ടുവന്നു, u1 u2. ദാറ്റ് ഈസ് ഈക്വൽ ടു മിനിമം ഓവർ u1 u2 phi2 ഓഫ് x2 uവിന് പകരം u2 u1 എടുത്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു മിനിമം ഓഫ്
F2 φ2 എന്ന് പറയുന്നത് എന്താണെന്ന് നേരത്തെ കണ്ടിരുന്നു. F2 കോമ്പോസിഷൻ F1 എടുത്തിരുന്നത്. അപ്പോൾ അതിന് പകരം അത് കൊടുത്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു മിനിമം ഓവർ U1 U2. F2നെ എങ്ങനെ എഴുതാം? F2 ഓഫ് X2 U2 കോമ്പോസിഷൻ F1 ഓഫ് X1 U1 കൊടുത്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇതിനിടയ്ക്ക് ഇക്വേഷൻ 1 നമുക്ക് പല റിലേഷനും നമ്മൾ കണക്ട് ചെയ്യാനുണ്ട്. സോ ഇതിന് നമ്മൾ ഇക്വേഷൻ 1 കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു മിനിമം ഓവർ U1 U2 ക്യാപിറ്റൽ F2 ഓഫ് X2 മാറ്റിയില്ല, അതുപോലെ തന്നെ കൊടുത്തു. F2 ഓഫ് X2 U2 കോമ്പോസിഷൻ F1 ഓഫ്, നമുക്ക് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിരുന്നു Xj മൈനസ് 1 ഈസ് എ ഫങ്ഷൻ Tj ഓഫ് Xj Uj എന്ന് പറഞ്ഞ് കണ്ടില്ലേ? അതുപോലെ തന്നെ, അപ്പോൾ അതുപോലെ അത് എഴുതുന്ന പോലെ തന്നെ ഇവിടെ നമുക്ക് എന്ത് പറയാം? X1 എന്ന് പറയുന്നത് X1 എടുക്കുകയാണെങ്കിൽ വിച്ച് ഈസ് എ ഫങ്ഷൻ ഓഫ് X2, X1 ഈസ് എ ഫങ്ഷൻ ഓഫ് X2 U2 എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഈ X1ന് പകരം നമ്മളിവിടെ എന്ത് കൊടുത്തു? X1 എന്ന് പറയുന്നത് X2 U2ൻ്റെ ഫംഗ്ഷൻ എന്ന് കൊടുത്തു. കോമ്പോസിഷൻ F1 ഓഫ് X1ന് പകരം X2 U2, പിന്നെ ബാക്കി ഇവിടെ ഉണ്ടായിരുന്ന U1 കൂടെ കൊടുത്തു. അപ്പോൾ നമ്മുടെ ഫംഗ്ഷനെ നമ്മൾ ഇതുപോലെ മാറ്റി എഴുതി. സോ അതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. അപ്പോൾ നമുക്ക് ഇക്വേഷൻ 1ഉം 2 ഈക്വലാണ്. ഒക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഈ ഐഡിയ നമ്മൾ ഓർത്തിരുന്നാൽ മതി. അപ്പോൾ ശരിക്കും ക്യാപിറ്റൽ F2 ഓഫ് X2 അവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അവിടെ നമുക്കൊരു ഇക്വേഷൻ 1 കിട്ടിയിട്ടുണ്ട്, റിലേഷൻ കിട്ടി, നമ്മൾ ഇക്വേഷൻ 2 എത്തി നിർത്തി. ഇനി ക്യാപിറ്റൽ F1 ഓഫ് X1 എന്ന് പറയുന്നത് നേരെ തിരിച്ച് കണക്ട് ചെയ്യുകയാണെങ്കിൽ ക്യാപിറ്റൽ F1 ഓഫ് X1 എന്ന് പറയുന്നത് മിനിമം ഓവർ U1 സ്മോൾ F1 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു മിനിമം ഓവർ U1 സ്മോൾ F1 എന്നുള്ളതിനെ എങ്ങനെ എഴുതുക? F1 ഓഫ് X1 U1. ദാറ്റ് ഈസ് ഈക്വൽ ടു മിനിമം ഓവർ U1 F1 ഓഫ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ X1ന് പകരം വിച്ച് ഈസ് എ ഫംഗ്ഷൻ ഓഫ് X2 U2 എന്ന് കൊടുത്തു. ദെൻ U1 അതുപോലെ തന്നെ എഴുതി. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 3. Now ക്യാപിറ്റൽ F2 ഡാഷ് ഓഫ് X2 എന്ന് പറയുന്നത് മിനിമം ഓവർ U2 സ്മോൾ F2 കോമ്പോസിഷൻ ക്യാപിറ്റൽ F1 ഓഫ് X1 എന്ന് പറയുമ്പോൾ എന്ത് വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു മിനിമം ഓവർ U2 സ്മോൾ F2 എന്നുള്ളതിനെ എങ്ങനെ എഴുതാം? F2 ഓഫ് X2 U2 കോമ്പോസിഷൻ, ഇതിനിടയ്ക്ക് കോമ്പോസിഷൻ ഉണ്ട്, ക്യാപിറ്റൽ F1 ഓഫ് X1 പകരം ഇക്വേഷൻ 3 ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ എഴുതാം? മിനിമം ഓവർ U1 സ്മോൾ F1 ഓഫ് X2 U2 U1. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 4. നമുക്ക് അങ്ങനെ ഒരു റിലേഷൻ കിട്ടി. നൗ കമ്പയറിങ് ഇക്വേഷൻ 2 ആൻഡ് 4. ഇക്വേഷൻ 2 എന്ന് പറയുന്നത് ഓക്കെ ഇക്വേഷൻ 2ഉം ഇക്വേഷൻ 4ഉം നമുക്ക് കണക്ട് ചെയ്യാം. ഇക്വേഷൻ 2 എന്ന് പറയുന്നത് ക്യാപിറ്റൽ F2 ഓഫ് X2 ആണ്. F2 ഓഫ് X2 ഓക്കെ, അതെന്ത് കിട്ടിയിട്ടുണ്ട്? ദാറ്റ് ഈസ് മിനിമം ഓവർ U1 U2 സ്മോൾ F2 ഓഫ് X2 U2 കോമ്പോസിഷൻ F1 ഓഫ് X2 U2 U1. അപ്പോൾ ഈ കോമ്പോസിഷനിൽ U1 U2 വേരി ചെയ്യുന്ന എല്ലാ പോസിബിൾ കേസസും എടുത്തിട്ട് അതിൻ്റെ മിനിമമാണ് ക്യാപിറ്റൽ F2 ഓഫ് X2 എന്ന് പറയുന്നത്. ഇക്വേഷൻ 4 അനുസരിച്ചിട്ട് ആദ്യമേ നമ്മൾ എന്ത് ചെയ്യുക? ദാറ്റ് ഈസ് മിനിമം ഓവർ U2 F2 ഓഫ് X2 U2 കോമ്പോസിഷൻ മിനിമം ഓവർ U1 F1 ഓഫ് X2 U2 U1 കിടക്കുക. അതായത് ഇവിടെ ഈ F1 ഓഫ് X2 U2 U1ൽ നമ്മൾ മിനിമം കണ്ടുപിടിക്കുക. മിനിമം ഓവർ U1 ആ ഫംഗ്ഷനിൽ U1 വേരി ചെയ്യിച്ചിട്ട് അവിടെ കിട്ടുന്ന മിനിമം വാല്യൂ എടുക്കുക. ആ മിനിമം വാല്യൂവിനോട് കൂടി വീണ്ടും F2 ഓഫ് X2 U2 കോമ്പോസിഷൻ ചെയ്യുക. എന്നിട്ട് വീണ്ടും ഓവർ U2 മിനിമം എടുക്കുക. അതിനെയാണ് ക്യാപിറ്റൽ F2 ഡാഷ് ഓഫ് X2 എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ അറിയാം, ഇവിടെ ഓൾറെഡി ഒരു മിനിമം കണ്ടുപിടിച്ചിട്ട് ആ മിനിമം വാല്യൂവിനോട് കൂടി F2 ഓഫ് X2 കോമ്പോസിഷൻ എടുത്തിട്ട് വീണ്ടും U2ലുള്ള മിനിമം കണ്ടുപിടിക്കുക. പക്ഷെ നമ്മൾ ഇക്വേഷൻ 2 എന്ന് പറയുന്നത് U1 U2ലുള്ള മൊത്തം 4 പോസിബിൾ കോമ്പിനേഷൻസിലെല്ലാം ഇവിടെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ മിനിമമാണ്. അപ്പോൾ എന്തായാലും ഈ ഓൾ പോസിബിൾ കോമ്പിനേഷനിലുള്ള മിനിമം വാല്യൂ ആയിരിക്കും ഇക്വേഷൻ 4ൽ എടുത്തിരിക്കുന്ന മിനിമം വാല്യൂവിനേക്കാളും ചെറുത് കിട്ടുക. സോ കമ്പയറിങ് ഇക്വേഷൻ 2 ആൻഡ് 4 വി ഗെറ്റ് ക്യാപിറ്റൽ F2 ഓഫ് X2 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ F2 ഡാഷ് ഓഫ് X2. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 5. അപ്പോൾ നമുക്ക് ഒരു റിലേഷൻ കിട്ടി. ഇനി നേരെ തിരിച്ച് ക്യാപിറ്റൽ F2 ഓഫ് X2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു F2 ഡാഷ് ഓഫ് X2 എന്ന് ക്ലെയിം ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി വീണ്ടും അടുത്ത സ്റ്റെപ്പിൽ സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ അവിടെ എന്താ? ലെറ്റ്
നേരെ തിരിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലെറ്റ് മിനിമം ഓവർ u1. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ വെറുതെ അങ്ങ് എടുത്ത് പോവാണ്. അപ്പോൾ ആ കാര്യങ്ങൾ ഓർത്തിരിക്കുക. ലെറ്റ് മിനിമം ഓവർ u1 ഏതാ എടുക്കേണ്ടതെന്നുള്ളത് നമുക്ക് ഇക്വേഷൻ 4ൽ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വാല്യൂ ആയിട്ട് കണക്ട് ചെയ്തിട്ടാണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ജസ്റ്റ് ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞുള്ളൂ. നേരെ തിരിച്ചുള്ള റിലേഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. മിനിമം ഓവർ u1 സ്മോൾ f1 ഓഫ് x2 u2 u1. ആ മിനിമം വാല്യൂ കിട്ടുന്ന പോയിൻറ്റിനെ നമ്മളിവിടെ u1 നോട്ട് എന്ന് വിളിച്ചു. ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ എടുത്തു? f1 ഓഫ് x2 u2 u1 നോട്ട്. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 6. അപ്പോൾ അവിടുത്തെ മിനിമം വാല്യൂ ഓവർ u1 നമ്മൾ മിനിമം കണ്ടുപിടിച്ചിട്ട് ആ മിനിമം വാല്യൂ കിട്ടുന്ന പോയിൻ്റാണ് u1 നോട്ട് എന്ന് എടുത്തിട്ട് അവിടെയുള്ള വാല്യൂ ആണ് f1 ഓഫ് x2 u2 u1 നോട്ട് എന്ന് എടുത്തു. ഇനി ഇത് മിനിമം ആയതുകൊണ്ട്, ഈ കിടക്കുന്ന വാല്യൂ മിനിമം ആയതുകൊണ്ട് മിനിമവും ഇവിടെ എടുത്തിരിക്കുന്ന കളക്ഷനകത്തെ ഒരു എലമെൻറ്റ് തമ്മിലുള്ള റിലേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് മിനിമം ആയതുകൊണ്ട് ഇതായിരിക്കും ഇവിടുത്തെ ഉള്ള ഏതൊരു എലമെൻറ്റിനേക്കാളും ചെറുത് അല്ലെങ്കിൽ ഈക്വൽ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? f1 ഓഫ് x2 u2 u1 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു f1 ഓഫ് x2 u2 u1 നോട്ട് എന്ന് കിട്ടി. അങ്ങനെ ഒരു റിലേഷൻ കിട്ടിയിട്ടുണ്ട്. ഇനി φ2 എന്ന് പറയുന്നത് നമ്മുടെ തിയറത്തിൻ്റെ കണ്ടീഷൻ അനുസരിച്ചിട്ടൊരു മൊണോട്ടോണിക് ഇൻക്രീസിങ് ഫംഗ്ഷനാണ്, നോൺ ഡിക്രീസിങ് ഫംഗ്ഷൻ എന്നാണ് തന്നിരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് എന്ത് പറയാം? സിൻസ് φ2 ഈസ് മൊണോട്ടോണിക് നോൺ ഡിക്രീസിങ് ഫംഗ്ഷൻ ഓഫ് f1 ഫോർ എവറി ഫീസിബിൾ വാല്യൂ ഓഫ് f2 വി ഹാവ് f1 ഏത് f2 എടുത്തു കഴിഞ്ഞാലും ഫോർ എവറി ഫീസിബിൾ ഫോർ എനി ഫീസിബിൾ വാല്യൂ ഓഫ് f2 φ2 എന്ന് പറയുന്നത് ഇൻക്രീസിങ് ഫംഗ്ഷൻ ഓഫ് f1 ആയതുകൊണ്ട് φ2 ഇൻക്രീസിങ് ഫംഗ്ഷനാണ്. φ2നെ നമ്മൾ f2 കോമ്പോസിഷൻ f1 എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് എന്താ പറയുക? f2 കോമ്പോസിഷൻ f1 ഓഫ് ഇത് ഇൻക്രീസിങ് ഫംഗ്ഷനാണ്. സോ ഈ റിലേഷൻ തന്നെ ഹോൾഡ് ചെയ്യും. f2 കോമ്പോസിഷൻ f1 ഓഫ് x2 u2 u1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു f2 കോമ്പോസിഷൻ f1 ഓഫ് x2 u2 u1 നോട്ട്. f2 കോമ്പോസിഷൻ f1നെയാണ് നമ്മൾ φ2 എന്ന് വിളിച്ചത്. സോ φ2 ഓഫ് x2 u2 u1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു φ2 ഓഫ് x2 u2 u1 നോട്ട്. ദാറ്റ് ഈസ് റിലേഷൻ നമ്പർ 7. ഓക്കെ, വീണ്ടും ഇത് തന്നെ തിരിച്ചെഴുതിയതാണ് അടുത്തത്. φ2 ഓഫ് x2 u2 u1 നോട്ട് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു φ2 ഓഫ് x2 u2 u1 എന്ന് കിട്ടി. ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ, വിച്ച് ഇംപ്ലൈസ് φ2 ഓഫ് x2 u2 u1 നോട്ട് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മിനിമം ഓവർ u1 φ2 ഓഫ് x2 u2 u1. അപ്പോൾ ഇങ്ങനെ കിട്ടിയത് കൊണ്ട് നമുക്ക് എന്ത് പറയാം? അവിടുന്ന് φ2 ഓഫ് x2 u2 u1 നോട്ട് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇനി ഏത് u1ൽ വേരി ചെയ്ത് കഴിഞ്ഞാലും, കാരണം ഏതൊരു u1 എടുത്തു കഴിഞ്ഞാലും ഈ വാല്യൂവിനേക്കാളും ഫോർ എനി u1 ഈ വാല്യൂവിനേക്കാളും ചെറുതാണ് ഇപ്പുറം കിടക്കുന്നത്. സോ ദ വാല്യൂ φ2 ഓഫ് x2 u2 u1 നോട്ട് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മിനിമം ഓവർ u1 φ2 ഓഫ് x2 u2 u1. ഇവിടെ ഏത് u1 എടുത്തു കഴിഞ്ഞാലും ഈ റൈറ്റ് സൈഡിൽ കിടക്കുന്നത് ഇതിനേക്കാളും ചെറുതായതുകൊണ്ട് അവിടെ മിനിമം എടുത്തു കഴിഞ്ഞാൽ ഈ റിലേഷൻ ഹോൾഡ് ചെയ്യും. ദാറ്റ് ഈസ് റിലേഷൻ നമ്പർ 8. ഓക്കെ, നൗ ഫ്രം ഇക്വേഷൻ 4. ഇക്വേഷൻ 4 എന്ന് പറയുന്നത് ക്യാപിറ്റൽ f2 ഡാഷ് ഓഫ് x2 ഈസ് ഈക്വൽ ടു മിനിമം ഓവർ u2 സ്മോൾ f2 ഓഫ് x2 u2 കോമ്പോസിഷൻ മിനിമം ഓവർ u1 f1 ഓഫ് x2 u2 u1 എന്ന് പറയുന്നതാണ്. So, from relation 4, capital F2 dash of x2 equal to minimum over u2, small f2 of x2 u2 composition, minimum over u1, f1 of x2 u2 u1. അങ്ങനെയായിരുന്നു റിലേഷൻ 4. ദാറ്റ് ഈസ് ഈക്വൽ ടു മിനിമം ഓവർ u2. അത് മാറ്റില്ല. f2 of x2 u2 കോമ്പോസിഷൻ റിലേഷൻ 6 വഴി ഈ കിടക്കുന്ന മിനിമം വാല്യൂവിനെയാണ് നമ്മൾ f1 ഓഫ് x2 u2 u1 നോട്ട് എന്ന് വിളിച്ചത്. അതവിടെ കൊടുത്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ദാറ്റ് ഈസ് ഈക്വൽ ടു മിനിമം ഓവർ u2 f2 ഓഫ് x2 u2 കോമ്പോസിഷൻ. ഇതിന് പകരം അവിടെ ആ കറസ്പോണ്ടിങ് വാല്യൂ ആയ f1 ഓഫ് x2 u2 u1 നോട്ട് യൂസിങ് റിലേഷൻ 6 റീപ്ലേസ് ചെയ്തു. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു മിനിമം ഓവർ u2. ഇത് f2 കോമ്പോസിഷൻ f1 എന്നുള്ള രീതിയിലാണ് കിടക്കുക. സോ ബൈ ഇക്വേഷൻ 1 and 2. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു റിലേഷൻ കിട്ടിയിട്ടുണ്ട്. അതായത് മിനിമം ഓവർ u2 f2 ഓഫ് x2 u2 കോമ്പോസിഷൻ f1 ഓഫ് x2 u2 u1 നോട്ടും, അതുപോലെ തന്നെ മിനിമം ഓവർ u2 φ2 ഓഫ് x2 u2 u1 നോട്ട് ഈ കിടക്കുന്നത്, ഇവിടെ കിടക്കുന്ന വാല്യൂ ഇത് രണ്ടും ഈക്വലാണെന്ന് കിടക്കുന്നത്. ഇക്വേഷൻ 1 and 2 എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. ഓക്കെ,
ഇവിടെ നമുക്ക് ഇക്വേഷൻ 1 and 2 നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിരുന്നു. അതായത് ക്യാപിറ്റൽ F2 of x2 എന്ന് പറയുന്ന വാല്യൂവിനെയാണ് മിനിമം ഓവർ u1 u2 φ2 of x2 u2 u1 എന്ന് പറയുന്നതും, ഇക്വേഷൻ 2 നോക്കിയേ മിനിമം ഓവർ u1 u2 φ2 എന്നുള്ളത് മാറ്റി F2 of x2 u2 ഈ വാല്യൂവും രണ്ടും ഈക്വൽ ആണെന്ന് പറയുക. ഇത് രണ്ടും ക്യാപിറ്റൽ F2 of x2നെ കണക്ട് ചെയ്യുന്ന റിലേഷനാണ്. സോ ഇക്വേഷൻ 1 ഉം 2 ഈക്വലാണ്. അതായത് മിനിമം ഓവർ u1 u2 φ2 of x2 u2 u1 എന്ന് പറയുന്നതും മിനിമം ഓവർ u1 u2 F2 of x2 u2 കോമ്പോസിഷൻ x2 u2 കോമ്പോസിഷൻ F1 of x2 u2 u1 എന്ന് പറയുന്നതും ഈക്വൽ ആണെന്ന് പറയുക. സോ ഇങ്ങനെ F2 of x2 u2 കോമ്പോസിഷൻ F1 of x2 u2 ഇവിടെ കിടക്കുന്ന വാല്യൂ ഏതാണോ അതും φ2 of x2 u2 ആ കറസ്പോണ്ടിങ് വാല്യൂ, ആ രണ്ട് റിലേഷൻസും ആ രണ്ട് വാല്യൂ ഈക്വൽ ആണെന്നാണ് ഇക്വേഷൻ 1 പറയുക. അങ്ങനെയാണെങ്കിൽ ഇത് നമ്മുടെ ഇപ്പോഴത്തെ റിലേഷനിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ യൂസിങ് റിലേഷൻ 1 and 2 യൂസിങ് റിലേഷൻ 1 and 2 വി ഗെറ്റ് നമുക്ക് ഇതിവിടെ മിനിമം ഓവർ u2 F2 of x2 u2 കോമ്പോസിഷൻ F1 of x2 u2 u1 നോട്ട്. ഓക്കെ, അപ്പോൾ അതിന് പകരം എന്തെഴുതാം? മിനിമം ഓവർ u2 φ2 of x2 u2 u1 നോട്ട് ബൈ റിലേഷൻ ഇക്വേഷൻ 1 and 2 ദാറ്റ് ഈസ്. ഇനി നമ്മൾ എന്ത് ചെയ്യുക? റിലേഷൻ 8 യൂസ് ചെയ്യുക. റിലേഷൻ 8 ഇതിന് പകരം വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മിനിമം ഓവർ u1 φ2 of x2 u2 u1 അത് അപ്ലൈ ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മിനിമം ഓവർ, ഇവിടെ u2 ഉണ്ട്, ഇവിടുന്ന് അത് u1 വരും. സോ മിനിമം ഓവർ u1 u2 φ2 of x2 u2 u1 ദാറ്റ് ബൈ റിലേഷൻ 8. സോ F2 dash of x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇതെന്ന് പറയുന്നതാണ് ക്യാപിറ്റൽ F2 of x2. ഓക്കെ, ക്യാപിറ്റൽ F2 of x2. സോ ദാറ്റ് ഈസ് റിലേഷൻ നമ്പർ 9. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ക്യാപിറ്റൽ F2 dash of x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ F2 of x2 എന്ന് കിട്ടി. ഫ്രം ഇക്വേഷൻ 5 എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി നേരത്തെ കിട്ടിയിരുന്ന റിലേഷനാണ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു റിലേഷനാണ്. ക്യാപിറ്റൽ F2 of x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു F2 dash of x2 എന്ന് പറയുന്നു. റിലേഷൻ 9 എന്ന് പറയുന്നത് ക്യാപിറ്റൽ F2 dash of x2 less than or equal to F2 of x2. From equation 5 and 9 we get capital F2 of x2 is equal to F2 dash of x2 എന്ന് കിട്ടും. That is equation number 10. Now equation number 10 along with equation 3. Equation number 10 എന്ന് പറയുന്നത് റിക്കർസീവ് ഫോർമുലയും മിനിമത്തിനെയും കണക്ട് ചെയ്യുന്ന റിലേഷനാണ്. That is along with the relation 3 gives that minimum problem is decomposable. അപ്പം റിലേഷൻ 10 എന്ന് പറയുമ്പം ക്യാപിറ്റൽ റിലേഷൻ 10 എന്ന് പറയുമ്പം ക്യാപിറ്റൽ F2 of x2ഉം F2 dash of x2 ഈക്വലാണ്. ഇനി നമ്മൾ ക്യാപിറ്റൽ F2 of x2നെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയായിരുന്നു? മിനിമം ഓവർ φ2. ദാറ്റ് ഈസ് അത് രണ്ട് ഈക്വലാന്ന് പറയുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? മിനിമം ഓവർ φ2 ഈസ് ഈക്വൽ ടു മിനിമം ഓവർ u2 F2 കോമ്പോസിഷൻ ക്യാപിറ്റൽ F1 of x1 ആണ്. ഇനി റിലേഷൻ 3 എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. ആ ക്യാപിറ്റൽ F1 of x1 ഡിഫൈൻ ചെയ്തിരിക്കുന്ന മിനിമം ഓവർ u1 F1 of x2 u2 u1 ആ റിക്കേഴ്സീവ് ഫോർമുല അവിടെ വാലിഡ് ആണെന്നാണ്. അപ്പോൾ നമുക്കവിടെ ഇക്വേഷൻ 10ഉം ഇക്വേഷൻ 3ഉം വഴി കിട്ടുക. സോ റിക്കേഴ്സീവ് ഫോർമുല വാലിഡ് ആണെന്നുണ്ടെങ്കിൽ ആ പ്രോബ്ലം ഡീകമ്പോസിബിൾ ആയിരിക്കും. അത് ഡീകമ്പോസിബിലിറ്റിൻ്റെ ഡെഫിനേഷനിൽ നമ്മൾ കണ്ടിരുന്നു. ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് വരുന്ന തിയറമാണ് തിയറം 2. ജസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. ഇഫ് ദ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ φn ഓഫ് F2 F1 മാറി ജനറൽ കേസിൽ Fn -1 എക്സെട്ര F1 സാറ്റിസ്ഫൈസ് ഫസ്റ്റ് കണ്ടീഷൻ, ദ കണ്ടീഷൻ ഓഫ് സെപ്പറബിലിറ്റി, ദാറ്റ് ഈസ് φn ഓഫ് Fn -1 എക്സെട്ര F1 എന്ന് പറയുന്നത് എങ്ങനെ എഴുതണം? സെപ്പറബിൾ ആയിരിക്കണം. Fn കോമ്പോസിഷൻ Fn -1 കോമ്പോസിഷൻ എക്സെട്ര കോമ്പോസിഷൻ F1 വെയർ φn of Fn -1 etc. F1 is real valued and second condition monotonic non-decreasing ആണെന്ന് പറയുന്ന കണ്ടീഷൻ. സെക്കൻഡ് വൺ φn ഈസ് monotonic non-decreasing function of φn -1 for every Fn and then φn അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ തീരം പറയുന്നത് എന്താ? then φn is decomposable. that is minimum over un etc. u1 of Fn composition Fn -1 composition etc. composition F1 is equal to minimum over un
ഡിക്കമ്പോസിബിലിറ്റി റിലേഷൻ റിക്കർസീവ് ഫോർമുല അപ്ലൈ ചെയ്യുക. എഫ് എൻ കോമ്പോസിഷൻ മിനിമം ഓവർ യു എൻ മൈനസ് വൺ യു എൻ മൈനസ് ടു എക്സെട്ര യു വൺ ഓഫ് എഫ് എൻ മൈനസ് വൺ കോമ്പോസിഷൻ എഫ് എൻ മൈനസ് ടു കോമ്പോസിഷൻ എക്സെട്ര കോമ്പോസിഷൻ എഫ് വൺ. റിക്കർസീവ് ഫോർമുല വാലിഡ് ആണെന്ന്. എക്സ്റ്റെൻഡ് ചെയ്യുന്ന കേസിൽ നമുക്ക് ഈ രണ്ട് കണ്ടീഷൻ ഉണ്ടെങ്കിൽ, അതായത് ഒന്ന് നമ്മുടെ റിട്ടേൺ ഫംഗ്ഷൻ ഫൈ എൻ സെപ്പറബിൾ ആവുക, വിച്ച് ഇസ് എ മോണോട്ടോണിക് ഡിക്രീസിങ് ഫംഗ്ഷൻ ഓഫ്, അതായത് ഫൈ ടു എടുക്കുകയാണെങ്കിൽ വിച്ച് ഇസ് എ മോണോട്ടോണിക് ഡിക്രീസിങ് ഫംഗ്ഷൻ ഓഫ് എഫ് വൺ ഫോർ എനി ഫീസിബിൾ വാല്യൂ ഓഫ് എഫ് ടു. അങ്ങനെയാണെങ്കിൽ കറസ്പോണ്ടിങ് പ്രോബ്ലം ഡീകമ്പോസിബിൾ ആയിരിക്കും. ഓക്കെ, ദ എബോവ് തിയറം ഇൻഡിക്കേറ്റ്സ് ദാറ്റ് മോണോട്ടോണിസിറ്റി ഈസ് എ സഫിഷ്യൻറ്റ് കണ്ടീഷൻ ഫോർ ഡീകമ്പോസിബിലിറ്റി. ഡീകമ്പോസിബിലിറ്റിക്ക് മോണോട്ടോണിസിറ്റി ഒരു സഫിഷ്യൻറ്റ് കണ്ടീഷൻ ആണെന്നാണ് പ്രീവിയസ് തിയറി പറയുക. ഓക്കെ, ഇത്രയും നിൽക്കട്ടെ. അടുത്ത സെക്ഷൻ ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ് റിക്കർഷൻ. ഈ നമ്മളിപ്പോൾ പല റിക്കർഷൻ ഫോർമുലയിൽ ബാക്ക്വേർഡ് റിക്കർഷനും ഫോർവേഡ് റിക്കർഷനും അതിനെക്കുറിച്ചുള്ള സെക്ഷനാണ് അടുത്തത്. നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.